ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ മാമ എന്താ പരിപാടി ഇന്നത്തെ പരിപാടി ഊട്ടി മസനഗുടി വഴി ഊട്ടി. അതിന് മുമ്പ് നമ്മൾ വേറെ അവിടെ പോകണ്ടല്ലോ, ഗൂഡല്ലൂര് ബന്ദിപ്പൂര് പോകണം. പോയിട്ട് അപ്പൊ നമ്മള് ഗൂഡല്ലൂർ വഴി ബന്ദിപ്പൂർ, മസനഗുടി വഴി ഊട്ടി. അത് ഔട്ടായി. അപ്പൊ ഇനി പുതിയൊരു വാക്ക്, ഗൂഡല്ലൂർ വഴി ബന്ദിപ്പൂർ. പോയാലോ നമുക്ക്? പോവാലോ. റെഡി, ബാ എന്നാ വിട്ടാലോ മാമ. യാത്രകൾ തുടരുന്നതാണ്. യാത്രകൾ എന്നും ഒരു വീക്ക്നെസ് ആണ്. നല്ല അടിപൊളി ഒരു ഭക്ഷണം കിട്ടിയിട്ടോ. നമ്മുടെ ഗൂഡല്ലൂർ പോണ റൂട്ടിൽ ഞാൻ കട കാണിച്ചിരാം. നല്ല ഭക്ഷണമായിരുന്നു. കുറേ നേരമായിട്ട് വരുന്ന സമയത്ത് എവിടെയും കടയൊന്നും ഇല്ല. പിന്നെ ഇതാ കണ്ടോ, നല്ല ഫുഡാണ്. അങ്ങനെയുണ്ടായിരുന്നു ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാന ഫുഡ് ഒനിയൻ റോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഉഴുന്ന് വടയിലേക്ക് എത്തിയിട്ട് എല്ലാം തന്നെ വളരെ ടേസ്റ്റായിരുന്നു. സാമ്പാർ, ചട്ടണി, ചമ്മന്തി എല്ലാം സൂപ്പർ. അപ്പൊ ഈ സ്ഥലം വരുന്നത് വന്നിട്ട് ബത്തേർക്കാട് അല്ലെ, ബത്തേർക്കാട് ചുങ്കം ആണ് ഈ സ്ഥലം, ഈ ഹോട്ടൽ വരുന്നത് കേട്ടോ. ഈ ഹോട്ടൽ കണ്ടുവരില്ല, നല്ല ഫുഡാണ് കേട്ടോ, അടിപൊളി ഫുഡ്. നമ്മൾ വയനാട്ടിൽ നിന്ന് ഗൂഡല്ലൂർ പോകും. ഇനി ഗൂഡല്ലൂർക്ക് 26 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി റോഡാണ്, ഫോറസ്റ്റ് റോഡ്. ബന്ദിപ്പൂര് അങ്ങോട്ട് പോണ തെപ്പക്കാട് പോയാണ്ട് മസനഗുടി പോവുക. അവിടെ നിന്ന് മോയാർ റൂട്ട് പോയിട്ടല്ല, അടുത്ത മോയാർ റൂട്ടിലാണ് പകൽ സമയത്തൊക്കെ ആന കാണുന്നത്. ബന്ദിപ്പൂർ പോണതിനേക്കാളും ആണെങ്കിൽ ഇവിടെ സമയം ഉണ്ടാകും. ഒരുപാട് വീഡിയോസ് മോയാർ റൂട്ടില് അതെ, കഴിഞ്ഞ പ്രാവശ്യം മോയർ പോയിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. മോയർ ഡാമിന്റെ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള റൂട്ട് ഉണ്ടല്ലോ, എന്താ സിംഗാര, അതും കുഴപ്പമില്ലാത്തതാണ്. വേണമെങ്കിൽ ഇവിടെ സമയമുള്ളത് കാരണം സമയം ഇപ്പൊ 10:30. കറക്റ്റ് ആയിരിക്കും. എന്താണെന്നറിയോ, നമുക്ക് പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് മസനഗുഡിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നേരെ മോയർ വിടുക. മോയറിന് തിരിച്ചു വന്നിട്ട് ഊട്ടിക്ക് കയറും, മോളിൽ കയറും. സെറ്റ്. നമ്മളിപ്പോ ഗൂഡല്ലൂർ ടൗൺ എത്തുകയാണ്. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ഇനി നമ്മൾക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ മുതുമല റൂട്ടിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പൈക്കര വഴി നമുക്ക് ഊട്ടി കയറാം. മുതുമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് തൊട്ട് മുന്നായിട്ട് കുറേ കടകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്താണ്, ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാലോ എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ നമ്മൾ ഇതിപ്പോൾ മുതുമല ടൈഗർ റിസർവിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഫസ്റ്റ് മുതുമലേൻ്റെ ചെക്ക് പോസ്റ്റ് വരിക. അപ്പോൾ നമ്മളൊക്കെ ഫോറസ്റ്റിൽ എൻ്റർ ചെയ്തതും തന്നെ നമുക്കൊരു കാഴ്ച കണ്ടത് മാനുകൾ തമ്മിൽ കളിക്കുന്നതാണ്. 2 മാനുകൾ തമ്മിൽ കളിക്കുന്നതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ കഴിഞ്ഞത്. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. മുതുമലയിലാണ് ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു കാട് വന്നിരിക്കുന്നത്. ആന ഇറങ്ങിയിട്ട് ചിലപ്പോ ഇവര് റൈഡിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും വൈഫും വരുന്ന സമയത്ത് മറ്റേ ആന ഇറങ്ങിയിട്ടേ ഇതുപോലെ ഒരു ഗാർഡ് വന്നിട്ട് മറ്റേ സൈറിനൊക്കെ ഇട്ടിട്ട് ആന ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയാൻ പറ്റില്ല. ക്ലൈമറ്റ് ഇപ്പോ വെയിലടിച്ചത് കാരണം നല്ല ഇതുണ്ടല്ലോ, അതിന് ആഹാരവും കാര്യങ്ങളും പുല്ലും. നല്ല പച്ചപ്പ്. ഇപ്പൊ മാന് അതുപോലെ തന്നെ കാട്ടുപോത്ത് ഇതിനൊക്കെ സുഖമായിട്ട് ഇവിടെ വന്ന് ഭക്ഷണം എടുക്കാവുന്നുണ്ട്. വേനൽക്കാലം ആകുന്ന സമയത്താണ്, രാവിലെ ആകുമ്പോഴാണ് അതിന് കൂടുതൽ റോഡ് ക്രോസ്. കാരണം അത് ബ്ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തുറന്നു വിടുകയാണല്ലോ 6 മണിക്ക് ശേഷം. അപ്പൊ 2 മാസം ഇവിടെ എന്തോ മറ്റേ ക്ലോസ്ഡ് ആയിരുന്നല്ലോ. 1 മാസം 2 മാസം എന്തോ ക്ലോസ്ഡ്, മാസനഗുഡി റൂട്ട് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ അതിലൊക്കെ വണ്ടികളൊക്കെ കയറി പോയിട്ടുണ്ടാകും. അവർക്കൊക്കെ നല്ല സൈറ്റ്. അത് രാവിലെ എത്ര മണിക്ക്, 7 മണിക്ക് 8 മണിക്കെന്തോ ആണ് മുതുമലയിലെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കണതും ഇതൊക്കെ നല്ല. അതേപോലെ മറ്റേ ടോപ്പ് സ്ലിപ്പിലും ഉണ്ടല്ലോ വണ്ടി പിന്നിലുണ്ട്. കിട്ടില്ല ഒരു മിനിറ്റ്. ഈ വണ്ടികൾ പോയി കഴിഞ്ഞാൽ ഗ്യാപ്പാണ്. വണ്ടികൾ നമ്മൾ ആന കണ്ടിരിക്കുകയാണ്. സ്പോട്ട് ഉണ്ട്, ആന സ്പോട്ട് ഉണ്ട്. ഇത് കാണിച്ചു തരാം ടാത്ത. ഇതാണ് ആന കണ്ടു ഗൈസ്. ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഇല്ല, കുറച്ച് ഉള്ളിലാ നിക്കണത്. കാണുന്നുണ്ട് വിചാരിക്കുന്നു. കുഴപ്പം ഇങ്ങനെ തന്നെയാണ്. അയ്യോ ഒരു സംഭവം നടന്നപ്പോ എന്താണെന്നറിയോ, ആന കണ്ടിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ഉണ്ട് കാണിച്ച് അതില് കണ്ടിട്ടുണ്ടാവും നിങ്ങളിപ്പോ. മാമൻ അതുപോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. റെക്കോർഡ് ബട്ടൺ ഓണാക്കും മറന്നുപോയി. അതെ കുഴപ്പമില്ല, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ ആന കാണുന്നു പ്രതീക്ഷിക്കുന്നു. കാണും. കിട്ടിയല്ലോ. ശരിയേ ഉള്ളൂ. ഒരു സെക്കൻഡ് അല്ലല്ലോ, എങ്കിലും ആ മൂവ്മെന്റ് ആന്റെ കാത് ഉള്ള പോയി നഷ്ടപ്പെട്ടു. ശരി, അത് പിടിക്കാം. ഇനിയും ആനകളുണ്ട്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് തെപ്പക്കാട്. തെപ്പക്കാട് എന്ന് പറയുന്നത് ചെറിയൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് പോവാം. റൈറ്റ് സൈഡിലാണെങ്കിൽ മസനഗുഡി. ആ ഒരു ജംഗ്ഷനാണ് തെപ്പക്കാട് എന്ന് പറയുന്നത്. ഇവിടെ കുറേ ക്യാൻറ്റീനുകളും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഹനുമാൻ ലംഗൂർ. ഇതാണ് ഹനുമാൻ ലംഗൂർ. പഴയ കമ്പ്യൂട്ടറിൽ നോക്ക് മാന് കിടക്കണതാ. ഇതാണ് നോക്ക് എത്ര മാൻകൂട്ടം. ഇത് റോട്ടിൽ കൂടി മാനിന്റെ സംസ്ഥാന സമ്മേളനമായിട്ട് ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. കിലോമീറ്റർ കണക്കിന് ലൈനായിട്ട് മാൻ നോക്കുക. റൈറ്റ് സൈഡ് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമം കൊടുക്കണം. എന്താണ് മുഹമ്മദ്
ഇതാണ് മാനുകളുടെ സംസ്ഥാന സമ്മേളനം. മാൻകൂട്ടം നോക്കിക്കോളും. മാനുകളുടെ സംസ്ഥാന സമ്മേളനം. ജ്യോതി മാനിനെ തിന്നണ കടുവന് ഇതുവരെ കിട്ടിയിട്ടില്ല. കടുവ നമ്മുടെ മുമ്പിൽ വരും ഒരു ദിവസം. വരണല്ലോ. ഇനിയിപ്പോ കാണാനുള്ളത് കരടി. നമ്മളല്ലേ കരടി പോയിട്ട് മസിൽ കയറി. അതെ, വല്ലാത്തൊരു മസിൽ കയറ്റായിരുന്നു. എപ്പോഴും ഒരിക്കലും മറക്കാത്തൊരു തേനീച്ച കുത്തലും. അങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് ട്രക്കിങ് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. അല്ലാതെ ബുദ്ധിമുട്ടായ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു വരണമെന്ന് ദൈവം തന്നെ ചെയ്യണം. രണ്ടും കൽപ്പിച്ചിറങ്ങി പോയിട്ട് വന്നു. വല്ലാത്ത ഇതായിരുന്നു അനുഭവം തന്നെയാണ്. അതെ. അങ്ങനെ ഇതോടുകൂടി തമിഴ്നാടിൻ്റെ അതിർത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കർണാടകയിലാണ്. ഇനിയിപ്പോൾ കർണാടക ബന്ദിപ്പൂരിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കർണാടക എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. ഒരു ആർച്ചായിട്ട് വെൽക്കം ടു കർണാടക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതും നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് വരും. ആ ചെക്ക് പോസ്റ്റിൽ 20 രൂപ കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബന്ദിപ്പൂരിലേക്ക് പിന്നെ അതിനുശേഷം ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് കർണാടക ബന്ദിപ്പൂരിലുള്ള മാനുകളാണ്. അതുകൾക്ക് തമിഴ് മലയാളം പറഞ്ഞാലും ഒന്നും അറിയില്ല. ഇത് കന്നഡയിൽ തന്നെ സംസാരിക്കണം. അത് കന്നഡ ഞമ്മൾക്ക് വലിയ വശമില്ലാത്ത കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഇന്ന് രാവിലെ തുടങ്ങിയ യാത്രയില് കേരള സംസ്ഥാനത്തിന്റെ മുത്തങ്ങ വനത്തിലൂടെയും അതിനുശേഷം തമിഴ്നാടിന്റെ മുതുമലയും കർണാടകത്തിന്റെ ബന്ദിപ്പൂരിലാണ് ഇപ്പൊ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ തമിഴ്നാടിന്റെ ആന കണ്ടു, കേരളത്തിന്റെ മാന്, അതേപോലെ കർണാടകത്തിന്റെ മാനാണ് ഇപ്പൊ കണ്ടത്. കർണാടകത്തിലെ കാട്ടുപോത്ത് കാണാൻ ആഗ്രഹമുണ്ട്, കാണാൻ പറ്റും. ഇതേ മാനുകൾ നോക്കുക ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ നമ്മൾ എവിടെ എത്തി മാമ? ഇത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ സഫാരി നടത്തുന്ന സ്ഥലമാണ്. അതിരാവിലെ വന്നിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമായിരുന്നു. സാർ എന്താ ഗുഡ്സ് എല്ലാം വിൽക്കുന്ന ക്യാൻറ്റീൻ ഇല്ലയാ? അപ്പൊ ഇതാണ് നമ്മുടെ ബന്ദിപ്പൂരിന്റെ പഴയ ക്യാമ്പ്, സഫാരി ക്യാമ്പ്. അപ്പൊ ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്, സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ലൊക്കേഷൻ വരുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇത് പഴയ ക്യാമ്പാണ്. ഇതേപോലത്തെ വണ്ടിയിലാണ് യാത്രകൾ നടത്തുക അവര്.
നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പുറത്ത് നമ്മൾ അവിടെ പോയി നോക്കാം. പണ്ട് ഇവിടെയൊക്കെ വണ്ടികൾ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ താമസ സ്ഥലം ഉണ്ടായിരുന്നു. നേരത്തെ ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് രാത്രി ഹോം സ്റ്റേ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. പുതിയ ക്യാമ്പ് നല്ല സൗകര്യം ഉണ്ടെന്നാണ് ഇവിടുത്തെ വാച്ചർ പറയണത്. നോക്കാം, അവിടെ പോയി നോക്കാം. അങ്ങോട്ട് പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഗായ്സ്, നമ്മളെ പാന കണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോളൂ, രണ്ടാനയുണ്ട്. കുട്ടിയൊന്നുമില്ല. കുട്ടിയുണ്ട്. നിർത്തറ കുട്ടിയാണ് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് പോണം. ജ്യോതി പെട്ടെന്ന് തിരിയും. അത് നിക്കട്ടാ സൈഡ് നോക്കിയോ, പെട്ടെന്ന് തിരിയും. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ബന്ദിപ്പൂരിന്റെ പുതിയ സഫാരിയിലാണ് കേട്ടോ. ഇതാണ് നമ്മൾ കാണുന്ന സഫാരിന്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇവിടെ നിന്നാണ് ഇനി മുതൽ സഫാരി കാര്യങ്ങളെല്ലാം ഉണ്ടാകുക. നമ്മൾ ബന്ദിപ്പൂര് കഴിഞ്ഞ് വന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടി വരണം. ഒരു 3-4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും. ജനത്തിരക്കുണ്ട്. പക്ഷെ പാർക്കിംഗ് ഏരിയക്ക് അനുസരിച്ച് ഇരിക്കാനുള്ള ഇതൊന്നും സൗകര്യങ്ങളൊന്നും കാണാനില്ല. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ബന്ദിപ്പൂരിലെ സഫാരിന്റെ റേറ്റ് എങ്ങനെയാ നോക്കി കഴിഞ്ഞാല്, ജീപ്പിലാണെങ്കിൽ അഡൽട്ടിന് 1100 രൂപയും കിഡ്സിന് 550 രൂപയാണ്. അതുപോലെ ബസ്സിനാണെങ്കിൽ അഡൽട്ടിന് 650 രൂപയും ചൈൽഡിന് 325 രൂപയാണ് വരുന്നത്. കർണാടക, താങ്ക് യു. പിന്നെ നമ്മൾ ബന്ദിപ്പൂർക്ക്, അതായത് മുതുമല, ഇനി അടുത്ത മുതുമല, തമിഴ്നാട് ഫോറസ്റ്റ്. നല്ല ഒറിജിനൽ കാട്ടാന. കാട്ടുപോത്ത്.